ഉത്തർപ്രദേശിലെ രാംപൂരിൽ CRPF ക്യാമ്പിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പേരെ കുറ്റവിമുക്തരാക്കി. അലഹബാദ് ഹൈക്കോടതിയുടേതാണ് വിധി. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, ഈ പ്രതികളെ കുറ്റവിമുക്തരാക്കിയിരിക്കുകയാണ്. എന്തൊക്കെ കാരണങ്ങളാണ് അലഹബാദ് ഹൈക്കോടതി ഈ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്? ദിലീപ് കൗർ, 2007 ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള CRPF ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായത്. അന്ന് 8 CRPF ജവാന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. ഈ കേസിൽ 2019 രാംപൂർ സെഷൻസ് കോടതി അന്ന് 5 പേരെ ശിക്ഷിച്ചത്. 4 പേർക്ക് വധശിക്ഷയും ഒരാൾക്ക് ജീവപര്യന്തം കഠിന തടവുമായിരുന്നു ശിക്ഷ വിധിച്ചത്. ഈ വിധിക്കെതിരെയായിരുന്നു പ്രതികൾ അലഹബാദ് ഹൈക്കോടതിയിൽ അപ്പീൽ പോയത്. ഈ അപ്പീലിലാണ് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിട്ടത്. അതായത് ഈ കേസിൽ ഈ പ്രധാന കുറ്റകൃത്യത്തിന്, അതായത് ഈ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ കുറ്റകൃത്യത്തിന് പ്രതികൾക്കെതിരെയുള്ള കേസ് സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. വേണ്ട തെളിവുകൾ കൃത്യമായി ശേഖരിച്ചില്ല, അന്വേഷണത്തിൽ വലിയ അപാകതകൾ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് 4 പ്രതികളുടെ വധശിക്ഷ റദ്ദാക്കിയത്. കൂടാതെ മറ്റേ പ്രതി അദ്ദേഹം 10 വർഷം തടവ് ശിക്ഷ ചെയ്യുകയും തടവ് ശിക്ഷയിലായിരുന്നു. മാത്രമല്ല ഇവരിപ്പോൾ ബറേലി സെൻട്രൽ ജയിലിലാണ് ഈ പ്രതികൾ എല്ലാവരും ഉള്ളത്. മാത്രമല്ല ഈ പ്രതികളെല്ലാം 10 വർഷം ഈ തടവ് ശിക്ഷ പൂർത്തിയാക്കിയത് കൊണ്ട് തന്നെ ഇവരെല്ലാം ജയിലിൽ പുറത്തിറക്കാനും കോടതി ഉത്തരവിട്ട് കഴിഞ്ഞു. മാത്രമല്ല ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണോ വേണ്ടേ എന്നുള്ളത് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും മുഹമ്മദ് ഷെരീഫ്, സബാബുദ്ദീൻ, ഇമ്രാൻ ഷഹസാദ്, മുഹമ്മദ് ഫാറൂഖ് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടതിൽ. ഇതിൽ 2 പേർ പാകിസ്ഥാൻ പൗരന്മാര് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ കൊലക്കുറ്റം മാത്രമാണ് ഈ പ്രോസിക്യൂഷന് തെളിയിക്കാനാകാത്തത്. പക്ഷേ ആയുധം കൈവശം ഉത്തർപ്രദേശിലെ റാംപൂരിൽ CRPF ക്യാമ്പിന് നേരെ ഭീകരാക്രമണം നടത്തി അതുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച 4 പേരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.